യേശുവിൽ പ്രിയപ്പെട്ടവരെ, തപസ്സുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക. മലമുകൾ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഇടമാണ്. തപസ്സുകാലത്തിലെ ഈ രണ്ടാമത്തെ ഞായറാഴ്ച ഒരു മലമുകൾ അനുഭവത്തിലേക്ക്, താബോർ അനുഭവത്തിലേക്ക് നമ്മെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന യേശുനാഥൻ ദൈവികതയിലേക്ക് രൂപാന്തരീകരണം സംഭവിക്കുന്നതായി നാം സുവിശേഷ ഭാഗത്ത് കാണുകയാണ്. നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് ക്രൂശിതൻ്റെ ചാരേക്കുള്ള നമ്മുടെ യാത്രയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി നാം മുന്നേറുമ്പോൾ മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്ക് ഉയരണമെന്ന് ഈ ഞായറാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഏറ്റവും പരമപ്രധാനമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതാനും ചിന്തകളുണ്ട്. ഒന്നാമതായി, സൂര്യനെ വെല്ലുന്ന ശോഭയോടെ യേശുവിൻ്റെ മുഖം തിളങ്ങി എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ക്രിസ്തു സ്വയമേവ പ്രകാശമാണെന്ന് പറയുമ്പോൾ നാം എല്ലാവരും പ്രകാശമായി, വെട്ടമായി, വെളിച്ചമായി മാറണമെന്നുള്ള ആഹ്വാനമാണ് നൽകുക. ഒളിമങ്ങാത്ത, വെളിച്ചം കെട്ടുപോകാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകണം. ഈ തപസ്സുകാലത്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിച്ചമായി പ്രശോഭിക്കണം. മാമോദീസ അവസരത്തിൽ കത്തിച്ച മെഴുകുതിരികൾ നിങ്ങൾക്കും എനിക്കും തന്നുകൊണ്ട് കാർമ്മികൻ പറഞ്ഞു വെച്ചു, ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവിൻ. തുടർന്ന് കാർമ്മികൻ പറയാറുണ്ട്, ഈ വെളിച്ചം അണയാതെ കാത്തു സൂക്ഷിക്കുവിൻ. ഈ തപസ്സുകാലത്ത് ആത്മീയതയുടെ വെട്ടം കാത്തു സൂക്ഷിക്കുവാൻ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: യേശുവിൻ്റെ വസ്ത്രം വെണ്മയുള്ളതായി മാറി എന്നുള്ളതാണ്. ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത വിധമുള്ള വെണ്മ യേശുവിൻ്റെ വസ്ത്രത്തിന് കൈവരുന്നുണ്ട്. യേശു തൻ്റെ ജീവിതത്തിൽ വെണ്മ കാത്തു സൂക്ഷിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതവും വെണ്മയുള്ളതായി മാറണമെന്നുള്ള ഒരു ആഹ്വാനമാണ് സുവിശേഷം നൽകുക. മാമോദീസ അവസരത്തിൽ വെള്ളവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് കാർമ്മികൻ പറഞ്ഞു വയ്ക്കാറുണ്ട്, ക്രിസ്തുവിനെ വസ്ത്രമായി അണിയുക. ഈ വെള്ളവസ്ത്രത്തിൽ കളങ്കം വരാതെ, കറപുളരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആയതിനാൽ തപസ്സുകാലത്തിൻ്റെ വെണ്മ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം. കുംഭസാരമെന്ന കുദാശകളിലൂടെ ജീവിതം എപ്പോഴും ഇങ്ങനെ വെണ്മയുള്ളതായി സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ചിന്ത പത്രോസ് പറയുന്നത് ഇപ്രകാരമാണ്: നാം ഇവിടെയായിരിക്കുന്നത് നന്ന്. പത്രോസ് മോശയെയും ഏലിയായെയും ക്രിസ്തുവിനെയും കണ്ടുകൊണ്ടാണ് പറയുക, നമ്മൾ ഇവിടെയായിരിക്കുന്നത് നന്ന് എന്ന്. മോശ നിയമത്തെയും ഏലിയ പ്രവാചകനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ അവർ ലക്ഷ്യമല്ല, മാർഗം മാത്രമാണ്. ലക്ഷ്യം ക്രിസ്തുവാണ്. നിയമവും പ്രവാചകന്മാരും മാർഗങ്ങൾ മാത്രമാണ്, ക്രിസ്തുവാണ് യഥാർത്ഥ ലക്ഷ്യം. നാമും പലപ്പോഴും നമ്മുടെയൊക്കെ ലക്ഷ്യം മറന്നു ജീവിക്കാറുണ്ട്. സൃഷ്ടവസ്തുക്കളിൽ ആകൃഷ്ടരായിക്കൊണ്ട് സൃഷ്ടാവിനെ തന്നെ മറന്നു പോകുന്നൊരവസ്ഥ. ആയതിനാൽ ജീവിതത്തിൽ ഒരു ഫോക്കസ് പോയിൻ്റ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെ മാത്രമാക്കി കണ്ടുകൊണ്ട് ഈ തപസ്സുകാലത്തിൽ മുന്നേറുവാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിചാരകയ്ക്ക് മുമ്പിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടും ഗെത്സെമനിൽ ഉറങ്ങിക്കൊണ്ടും മരക്കുരിശിൽ നിന്ന് ഓടിമറഞ്ഞുകൊണ്ടും ജീവിച്ച പത്രോസാണ്
പിന്നീട് ഇവിടെയായിരിക്കുന്നത് നന്ന് എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അതിമോഹങ്ങളിൽ ജീവിക്കാതെ ക്രിസ്തുവിനെ മാത്രം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുവാൻ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മല കയറുന്നവനും മലയിറക്കത്തിൻ്റെ ആവശ്യമുണ്ട്. അടിവാരത്ത് ഒരു വലിയ ജനതതി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ക്രിസ്തുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താബോർ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ജനത്തോടൊപ്പം വസിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും യേശു ആഗ്രഹിച്ചു കടന്നു വരുന്നു. പലപ്പോഴും മറ്റുള്ളവരെ മറന്നുള്ള ജീവിതം അന്ധതയിലേക്ക് നയിക്കും. അപരനെ മറന്നുള്ള ജീവിതം അത് ആത്മീയ അപകടത്തിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, അപരനെക്കുറിച്ച്, എൻ്റെ സഹോദരനെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കുവാൻ, അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്വസ്ഥതകളിൽ നിന്ന് ജീവിതത്തിൻ്റെ പുറത്തേക്കിറങ്ങി അപരന് വേണ്ടി നന്മ ചെയ്യാനും അവരനെ കരുതലോടെ കാണാനും അവരന് വേണ്ടി പുണ്യപ്രവൃത്തികൾ അനുഷ്ഠിക്കാനും ഈ സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മോശ മലമുകളിൽ നിന്ന് 10 കൽപ്പനകളുമായി ഇറങ്ങി വരുമ്പോൾ താഴ്വാരത്ത് ജോഷയും ഭാര്യ സിപ്പോറയും കാത്തു നിൽക്കുന്നുണ്ട്. ജോഷ മോശയുടെ ഭാര്യ സിപ്പോറയോട് പറയുന്നുണ്ട്, ലുക്ക് അറ്റ് ഹിസ് ഫേസ്, ഹി ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ മോശയുടെ ഭാര്യ സിപ്പോറ പറയുന്നത് ഇങ്ങനെയാണ്, യെസ് ഹി ഹാസ് സീൻ ഗോഡ്, യെസ് ഹി ഹാസ് സീൻ ഗോഡ്. ഈ തപസ്സുകാലത്തിൻ്റെ യാത്ര താബോർ അനുഭവത്തിലേക്കും ദൈവികതയിലേക്കും നമ്മെ നയിക്കട്ടെ.